ചില ആൾക്കാരുണ്ട് എത്ര കഴിച്ചാലും തടിക്കില്ല. ശരിക്കും നമുക്ക് അസൂയ വരും. ഇവർ എത്ര കഴിച്ചാലും തടിക്കില്ല, അവർക്ക് എത്ര വേണേലും ഭക്ഷണം കഴിക്കാമല്ലോ എന്ന്. ശരിക്കും ഇവരാണ് നോർമൽ വെയ്റ്റ് ഒബിസിറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ. അവർ തടിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കില്ല, അതേപോലെ എക്സസൈസ് ചെയ്യാൻ നോക്കില്ല, അതേപോലെ ടെസ്റ്റുകളൊന്നും ചെയ്യില്ല. ശരിക്കും ഇവർ ഒരുപാട് സമയം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ അടുത്തതായിട്ട് അവർക്ക് മസിൽ ലോസ് കാരണം കാർബോഹൈഡ്രേറ്റ് നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാതെ ലോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അത് കാരണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അത് പ്രഷർ കൂടാനും ഷുഗർ ഉണ്ടാവാനും, അതേപോലെ കൊളസ്ട്രോൾ, അതുപോലെ ഫാറ്റി ലിവർ എന്നിങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാവാനും, അതല്ലാതെ ഇവർക്ക് വിസറൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനും, അതായത് അവയവങ്ങളിന് ചുറ്റും ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനും അത് ഇൻഫ്ലമേഷനിലേക്ക് എത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരാണ് ഡേഞ്ചറസ് കണ്ടീഷനിൽ ഉള്ളത്. പലപ്പോഴും ഇതിന് കാരണം ജനറ്റിക് ആവാം, അല്ലെങ്കിൽ ഇവരുടെ റെഗുലർ സ്ലീപ്പ് അല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു ഡയറ്റൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരിലാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നം വരിക. അപ്പോൾ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് 1 gram per kg എന്ന പോലെ പ്രോട്ടീൻ ഇൻടേക്ക് നോക്കണം. അതേപോലെ എയറോബിക് എക്സസൈസും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മെലിഞ്ഞോ തടിച്ചോ എന്നതിലല്ല കാര്യം, അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.